രക്ഷാപ്രവർത്തകർ നോക്കി നിൽക്കെ തന്നെ ആ കപ്പൽ കടലിൻ്റെ ആഴങ്ങളിലേക്ക് പതിയെ പതിയെ ആഴ്ന്നിറങ്ങി. കൂടെ 259 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 304 യാത്രക്കാർ. സൗത്ത് കൊറിയയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി അത് മാറുകയും ചെയ്തു. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് സൗത്ത് കൊറിയക്കാരുടെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവായി ഇന്നും അവശേഷിക്കുന്ന സിവോൾ ഫെറി ട്രാജഡിയുടെ കഥയിലേക്കാണ്, വിശദാംശങ്ങളിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. കഴിഞ്ഞ ഏതാനും കാലങ്ങളായിട്ട് നിരന്തരമായിട്ട് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളേവരും വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ഈ ഒരു സിവോൾ ഫെറി ട്രാജഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ വീഡിയോകൾ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പിക്കുകളൊക്കെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെയും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. നമ്മളെല്ലാ കാര്യങ്ങളൊക്കെ കൂടി നോക്കിയിട്ട് വീഡിയോ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഇതുപോലെ അവതരിപ്പിക്കുന്നതായിരിക്കും. എന്തൊക്കെ തന്നെയായാലും നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. 2014 ഏപ്രിൽ മാസം 15-ാം തീയതി ഇഞ്ചോണിൽ നിന്നും ജേജു ഐലൻഡിലേക്ക് ഉല്ലാസയാത്ര പോകാൻ വേണ്ടി എല്ലാ വിധത്തിലുള്ള തയ്യാറെടുപ്പുകളോടും കൂടെ കാത്തിരിക്കുകയാണ് ആ 325 വിദ്യാർത്ഥികളും അവരുടെ അധ്യാപകരും. സമയമാകുമ്പോൾ അവർക്ക് പോകാനുള്ള കപ്പൽ എത്തിച്ചേരുന്നുണ്ട്, അല്ലെങ്കിൽ ഫെറി എത്തിച്ചേരുന്നുണ്ട്. MV സിവോൾ എന്ന് പറയുന്ന പാസഞ്ചർ ഫെറിയിലാണ് അവർ ഈ ഒരു യാത്ര നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. ഏറെക്കുറെ 476 യാത്രക്കാരെയുമായി ഇഞ്ചോണിൽ നിന്നും ജേജു ദ്വീപിലേക്കുള്ള യാത്ര ആ ഫെറി ആരംഭിക്കുന്നുണ്ട്. ഈ ഒരു പാസഞ്ചർ ഫെറി എന്ന് പറയുന്നത് ആളുകൾക്ക്, പാസഞ്ചേഴ്സിന് ഇരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ വലിയ തോതിലുള്ള കാർഗോ, ചരക്കുകളും ഈ ഒരു ഫെറിക്കകത്ത് ഓൾറെഡി ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള 476 യാത്രക്കാരെയും അതുപോലെ തന്നെ 2142.7 ടൺ ചരക്കുകളും വഹിച്ചുകൊണ്ടാണ് ഈ ഒരു ചരക്ക് കപ്പൽ അല്ലെങ്കിൽ ഈ ഒരു പാസഞ്ചർ ഫെറി അതിൻ്റെ യാത്ര ആരംഭിച്ചിട്ടുള്ളത്. ഏറെക്കുറെ 15 മണിക്കൂർ ദൈർഘ്യമുള്ള വലിയൊരു യാത്ര തന്നെയായിരുന്നു അത്. കുട്ടികളേവരും വലിയ ആവേശത്തിൽ തന്നെയായിരുന്നു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു സ്കൂൾ ട്രിപ്പ് അവർക്ക് ഏവർക്കും ലഭിക്കുന്നത്. അതിനാലൊക്കെ തന്നെ ആ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ വലിയ ആവേശത്തോടു കൂടി തന്നെ ഈ ഒരു ഫെറിയുടെ അകത്ത് അവരുടെ സമയം ചിലവഴിക്കുന്നുണ്ട്, വീഡിയോകൾ എടുക്കുന്നുണ്ട്, കടൽ നോക്കി നിൽക്കുന്നുണ്ട്, ഫോട്ടോകൾ എടുക്കുന്നുണ്ട്. ഏവരും വലിയ ആഘോഷത്തിമിർപ്പിൽ തന്നെയായിരുന്നു, വലിയ സന്തോഷത്തിൽ തന്നെയായിരുന്നു. പതിയെ പതിയെ തീരത്ത് നിന്നും MV സിവോൾ എന്ന് പറയുന്ന ആ പാസഞ്ചർ ഫെറി തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്നുണ്ട്. അങ്ങനെ മണിക്കൂറുകൾ പിന്നിടുകയാണ്. പിറ്റേ ദിവസം ഏപ്രിൽ മാസം 16-ാം തീയതി എത്തിച്ചേരുകയാണ്. വളരെയേറെ ശാന്തമായി സമാധാനത്തോടു കൂടിയുള്ള ഒരു യാത്ര തന്നെയായിരുന്നു അത്. എന്നാൽ സമയം ഏറെക്കുറെ 8:46 കാണും. പെട്ടെന്ന് വെച്ചുകൊണ്ടാണ് ആ കാര്യം സംഭവിക്കുന്നത്. ആ ഫെറി ഒരു ഭാഗത്തേക്ക് പെട്ടെന്ന് വെച്ചുകൊണ്ട് ചെരിയാൻ ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ ഫെറിയുടെ ആ കപ്പലിൻ്റെ ബേസ്മെൻറ്റിൽ നിന്നായിട്ട് വലിയ തോതിലുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ ആരംഭിക്കുകയാണ്. തീർന്നില്ല, അതോടുകൂടിയിട്ട് ഈ ഒരു ഫെറിയുടെ താഴ്ഭാഗത്തിലൂടെയായിട്ട് വലിയ തോതിൽ കടൽ വെള്ളം ഈ ഒരു ഫെറിയുടെ അകത്തേക്ക് ഇരച്ചു കയറാൻ ആരംഭിക്കുകയാണ്. സൗത്ത് കൊറിയക്കാർക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു വലിയ ദുരന്തത്തിൻ്റെ തുടക്കമായിരുന്നു അത്. ഏറെക്കുറെ 18 വർഷം പ്രായമുള്ള ഒരു പാസഞ്ചർ ഫെറിയാണ് MV സിവോൾ എന്ന് പറയുന്നത്. ഈ ഫെറി എന്നുള്ളത് നമുക്ക് ചെറിയ കപ്പൽ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എന്തൊക്കെ തന്നെയായാലും ഇത്തരത്തിൽ ഒരുപാടധികം വർഷം പഴക്കമുണ്ട് എന്നതിനാൽ തന്നെ ആ അടുത്ത കാലത്തായിട്ട് ആ കപ്പലിൽ അല്ലറ ചില്ലറ മോഡിഫിക്കേഷൻസ് മറ്റൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചില ഇല്ലീഗലായിട്ടുള്ള മോഡിഫിക്കേഷൻസ് തന്നെയാണ് കൂടുതലായിട്ട് ചരക്ക് കൊണ്ടുപോകുന്നതിനും കൂടുതലായിട്ട് ആളുകളെ കൊണ്ടുപോകുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഫെറിയുടെ അകത്തായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വസ്തുത, ഇത്തരത്തിൽ ഈ മോഡിഫിക്കേഷൻസ് എല്ലാം തന്നെ അവിടുത്തെ സൗത്ത് കൊറിയയിലെ ടെസ്റ്റുകളെല്ലാം തന്നെ പാസ്സായി എന്ന് പറയുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ സംഭവിച്ച ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇല്ലീഗൽ മോഡിഫിക്കേഷൻസ് കാരണമായിട്ട് ഈ ഒരു ഫെറിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കുറച്ച് മുൻഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു യാത്ര പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഫെറിയുടെ അകത്ത് മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യം കൂടെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ 987 ടൺ ഭാരം വരുന്ന ചരക്കുകൾ കൊണ്ടുപോകാൻ മാത്രമേ ഈ ഒരു ഫെറിക്ക് അനുമതിയുള്ളൂ. എന്നാൽ അന്നേ ദിവസം ഏപ്രിൽ മാസം 15-ാം തീയതി ഇഞ്ചോണിൽ നിന്നും ജേജു ദ്വീപിലേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുൻപായിട്ട് ഈ ഒരു ഫെറിയുടെ അകത്ത് അവർ കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നത് 2142.7 ടൺ ഭാരം വരുന്ന ചരക്കുകളായിരുന്നു. അതായത് ലിമിറ്റിനും അപ്പുറത്തേക്ക് അതിൻ്റെ ഇരട്ടിയോളം വരുന്ന ചരക്കാണ് അന്നേ ദിവസം ഈ ഒരു ഫെറിയുടെ അകത്ത് ഇവർ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനാലൊക്കെ തന്നെ അതീവ ശ്രദ്ധയോടുകൂടെ തന്നെ വേണം ഈ ഒരു ഫെറിയെ ഇവർ ഡയറക്ഷനും മറ്റുമൊക്കെ മാറ്റാനായിട്ട്, ഡയറക്ഷൻസും മറ്റുമൊക്കെ നിയന്ത്രിക്കാനായിട്ട്. എന്തൊക്കെ തന്നെയായാലും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ തന്നെയായിരുന്നു മണിക്കൂറുകളോളം ഈ ഒരു സിവോൾ ഫെറി തൻ്റെ ലക്ഷ്യസ്ഥാനത്തെ നോക്കി കുതിച്ചുകൊണ്ടേയിരുന്നത്. പിറ്റേ ദിവസം ഏപ്രിൽ മാസം 16-ാം തീയതി പുലർച്ചെ ഏറെക്കുറെ 7
17:30 കൂടിയിട്ട് ഈ ഒരു ഫെറിയുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം പാർക്ക് ഹാൻ ക്യൂൾ എന്ന് പറയുന്ന 3rd ഓഫീസറും അതുപോലെ തന്നെ ചോ ജൂൻകി എന്ന് പറയുന്ന ഹെൽംസ്മാനും കൂടെ ഏറ്റെടുക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഈ ഒരു ഫെറിയെ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചിരുന്നത് ഇവർ രണ്ടുപേരും ചേർന്നായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു അവസരങ്ങളിലെല്ലാം തന്നെ ഓട്ടോ പൈലറ്റ് മോഡിൽ തന്നെയാണ് ഈ ഒരു ഫെറി തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഏറെക്കുറെ 8:27 കൂടിയിട്ട് ഓട്ടോ പൈലറ്റ് സംവിധാനത്തിൽ നിന്നും മാനുവൽ കൺട്രോളിലേക്ക് അവർ ഈ ഒരു ഫെറിയുടെ നിയന്ത്രണത്തെ മാറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് മെയിൻ ഗോൾ ചാനലിലൂടെ വേണം ലക്ഷ്യസ്ഥാനത്തേക്ക് ഈ ഒരു ഫെറിക്ക് പോകാനായിട്ട്. ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ചാനൽ എന്നൊക്കെ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 2 വലിയ കരപ്രദേശങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന ഒരു വാട്ടർ വേ ആണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ചാനൽ എന്ന നിലയിൽ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെയിൻ ഗോൾ എന്ന് പറയുന്ന ഈ ഒരു ചാനലിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. വലിയ ശക്തമായിട്ടുള്ള കറണ്ട് ഇവിടെ ഉണ്ട്. അതായത് ശക്തമായിട്ടുള്ള ഒഴുക്കുള്ള അനുഭവപ്പെടുന്ന ഒരു മേഖല കൂടിയാണ്, ഒരു ചാനൽ കൂടിയാണ് ഈ ഒരു മെയിൻ ഗോൾ എന്ന് പറയുന്നത്. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു അവസരത്തിൽ കൃത്യമായിട്ട് പാർക്ക് എന്ന് പറയുന്ന പെൺകുട്ടി ഈ ഒരു കപ്പലിൻ്റെ വേഗതയും അതിൻ്റെ ദിശയും കാര്യങ്ങളൊക്കെ തന്നെ റഡാറിൻ്റെയും മറ്റൊക്കെ സംവിധാനത്തോടു കൂടി തന്നെ നോക്കുന്നുണ്ട്. ഈ ഒരു അവസരങ്ങളിൽ കാറ്റിൻ്റെയും മറ്റൊക്കെ വേഗത നല്ല രീതിയിൽ തന്നെയായിരുന്നു. തീർത്തും വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ പ്രശ്നകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് അതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 18 നോട്ട് വേഗതയിലായിരുന്നു ഈ ഒരു അവസരത്തിൽ സിവോൾ ഫെറി തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ റഡാറിലും മറ്റൊക്കെ നോക്കിയ അവസരത്തിൽ കപ്പലിൻ്റെ ഡയറക്ഷനിൽ ചെറിയ തരത്തിലുള്ളൊരു മാറ്റം വരുത്തണമെന്ന കാര്യത്തെക്കുറിച്ച് പാർക്കിന് മനസ്സിലാവുകയാണ്. അതിനടിസ്ഥാനത്തിൽ 135 ഡിഗ്രിയിൽ പോയിക്കൊണ്ടിരുന്ന കപ്പലിൻ്റെ ദിശയെ 140 ഡിഗ്രിയിലേക്ക് ഒരു 5 ഡിഗ്രിയുടെ വ്യത്യാസം വരുത്തണമെന്ന് അവർ ചോയോട് ആവശ്യപ്പെടുകയാണ്. അതിനടിസ്ഥാനത്തിൽ ചോ പതിയെ ഈ ഒരു കപ്പലിൻ്റെ സ്റ്റിയറിംഗ് വീൽ തിരിച്ചുകൊണ്ട് ഈ ഒരു മാറ്റം അവിടെ സാധ്യമാക്കുകയാണ്. പക്ഷേ ഈ ഒരു അവസരത്തിൽ അവർ ശ്രദ്ധിക്കാതെ പോയ വലിയൊരു കാര്യമുണ്ടായിരുന്നു. അത് മെയിൻ ഗോൾ ചാനലിലെ ശക്തമായ കറണ്ടായിരുന്നു, ശക്തമായ ഒഴുക്കായിരുന്നു. ഈ പാർക്കിന് അങ്ങനെ കൂടുതലായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. അതിനാൽ സംഭവിച്ചിട്ടുള്ള വലിയൊരു മിസ്റ്റേക്ക് തന്നെയായിരുന്നു അത്. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു ചാനലിലേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ ഇത്തരത്തിലുള്ളൊരു ദിശാവ്യതിയാനം അവിടെ വരുത്തിയ അവസരത്തിൽ അത് ആ ഒരു ഫെറിയുടെ പൂർണ്ണമായിട്ടുള്ള ചലനത്തെ വലിയ തോതിൽ തന്നെ ബാധിക്കുകയാണ്. അതിൻ്റെ ഡയറക്ഷനെയും അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദിശയും ഒക്കെ തന്നെ വലിയ തോതിൽ ബാധിക്കുകയാണ്. ആ ഒരു ഫെറിയുടെ ബാക്ക് ഭാഗം ഉൾപ്പെടെ വലത് ഭാഗത്തേക്ക് നീങ്ങി ഡ്രിഫ്റ്റായിട്ട് ആ ഒഴുക്കിനനുസരിച്ചിട്ട് സഞ്ചരിക്കാൻ ആരംഭിക്കുകയാണ്, നീങ്ങിപ്പോകാൻ ആരംഭിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ പെട്ടെന്ന് വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഡയറക്ഷൻ വീണ്ടും പഴയ നിലയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും 5 ഡിഗ്രി കൂടെ ഡയറക്ഷൻ വീണ്ടും തിരിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് കൂടെ കൃത്യമായിട്ട് ഈ ഒരു ഫെറിയുടെ ഡയറക്ഷനെ നിയന്ത്രിക്കാൻ, കൃത്യമായിട്ടുള്ള നിലയിലേക്ക് കൊണ്ടെത്തിക്കാൻ അവർക്ക് സാധിക്കാതെ പോവുകയാണ്. അതോടുകൂടെ പെട്ടെന്ന് വെച്ചുകൊണ്ട് കപ്പലിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് 5 ഡിഗ്രി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൂടെ ഫെറിയുടെ സ്റ്റിയറിംഗ് വീൽ ഈ ഒരു അവസരത്തിൽ പാർക്കിൻ്റെ നിർദ്ദേശപ്രകാരം ചോ തിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെയാണ് അവിടെ കൊണ്ടെത്തിച്ചത്. അറ്റ് എ ടൈമിൽ 15 ഡിഗ്രിയോളം വരുന്ന ഡയറക്ഷൻസാണ് ഇവർ ഇവിടെ ചേഞ്ചുകൾ വരുത്തിയിട്ടുണ്ടായിരുന്നത്. അതിനടിസ്ഥാനത്തിൽ കപ്പലിൻ്റെ ദിശ മുഴുവനും താളം തെറ്റുകയാണ്. കപ്പൽ ആടി ഉലയാൻ ആരംഭിക്കുകയാണ്. കപ്പൽ പതിയെ പതിയെ ഒരു സൈഡിലേക്ക് പോലും ചെരിയാൻ ആരംഭിക്കുകയാണ്. സാധാരണഗതിയിൽ കപ്പലുകൾ ഇത്തരത്തിൽ ഒരു വശത്തേക്ക് ചെരിയാറുണ്ട്, പക്ഷേ അത് പതിയെ പഴയ നിലയിലേക്ക് തിരിച്ചെത്താറുമുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു സിവോൾ ഫെറിയിൽ ഇല്ലീഗലായിട്ടുള്ള മോഡിഫിക്കേഷൻസ് വരുത്തിയതിനാൽ തന്നെ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലെ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ അടിസ്ഥാനത്തിൽ വീണ്ടും പഴയ നിലയിലേക്ക് പെട്ടെന്ന് വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു ഫെറിക്ക് തിരിച്ചു വരാൻ കഴിയാത്തൊരവസ്ഥയിൽ അത് തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഫെറിയുടെ താഴ്ഭാഗത്തായിട്ടുണ്ടായിരുന്ന ചരക്കുകൾ പൂർണ്ണമായിട്ടും ഒരു വശത്തേക്ക് ആടി ഉലയാൻ ആരംഭിക്കുകയാണ്. അവ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്ന ചങ്ങലകളും ടൈകളും പൂർണ്ണമായിട്ടും പൊട്ടിപ്പോവുകയാണ്. ആ വലിയ തോതിൽ അടങ്ങുന്ന ചരക്കുകൾ ഫെറിയുടെ ഒരു ഭാഗത്തേക്ക് വലിയ ശക്തിയോടുകൂടെ തന്നെ വന്ന് ആഞ്ഞടിക്കാൻ ആരംഭിക്കുകയാണ്. അത് ഫെറിയുടെ ഭിത്തിയിൽ വലിയ തോതിലുള്ള തകരാറുകൾ വരുത്തി വെക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന വിൻഡോകൾ പോലും തകർത്തെറിയുകയാണ്. അതുമൂലമായിട്ട് തന്നെയാണ് വലിയ തോതിൽ കടൽ വെള്ളം ഈ ഒരു ഫെറിയുടെ അകത്തേക്ക് ഇരച്ചു വരാൻ ആരംഭിച്ചതും. ഈ ഒരു അവസരങ്ങളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കപ്പലിൻ്റെ അപ്പോഴത്തെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന ലീ ജൂൺ സിയോക്ക് എന്ന് പറയുന്ന വ്യക്തി ആ ഒരു പ്രദേശത്തുണ്ടായിരുന്നില്ല. അയാൾ തൻ്റെ ക്യാബിനിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തരത്തിൽ വലിയ ശബ്ദവും വലിയ ദിശാവ്യതിയാനവും കപ്പൽ പൂർണ്ണമായിട്ടും ചെരിയുക സംഭവിച്ചതോട് കൂടിയിട്ടാണ് അയാൾ ഓടിയിട്ട് കപ്പലിൻ്റെ കോക്പിറ്റിലേക്ക് അല്ലെങ്കിൽ കപ്പലിൻ്റെ കൺട്രോൾ റൂമിലേക്ക് മറ്റൊക്കെ ഓടി എത്തിച്ചേരുന്നത്. അവിടെ എത്തി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അയാൾ നേരെ ഓടിപ്പോകുന്നത് കപ്പലിൻ്റെ ബേസ്മെൻറ്റിലേക്കാണ്, ചരക്കുകളും മറ്റൊക്കെ വെച്ചുള്ള ഭാഗത്താണ്. അവിടെ ചെന്ന അവസരത്തിൽ അയാൾക്ക് കാണാൻ സാധിച്ചത് വലിയ തോതിൽ കടൽ വെള്ളം ഫെറിയുടെ അകത്തേക്ക് ഈ ഒരു കുഞ്ഞു കപ്പലിൻ്റെ അകത്തേക്ക് ഇരച്ച് കയറിക്കൊണ്ടേയിരിക്കുന്നതായിരുന്നു. അയാൾ ഉടനെ തന്നെ മുകളിലേക്ക് ഓടി ചെല്ലുന്നുണ്ട്. അതിനുശേഷം യാത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ ആരംഭിക്കുന്നുണ്ട്.
ഇത്രയൊക്കെ സംഭവിച്ചപ്പോഴേക്ക് തന്നെ അതിനകത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള 476 ആളുകളുടെ മുഖഭാവങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ തോതിലുള്ള അലർച്ചകളും കരച്ചിലുമൊക്കെ ഉയരാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം തന്നെ വലിയ തോതിൽ പരിഭ്രാന്തരായിരുന്നു. ഈ ഒരു അവസരത്തിൽ ക്യാപ്റ്റൻ്റെ നിർദ്ദേശപ്രകാരം അനൗൺസ്മെൻറ്റുകളും മറ്റുമൊക്കെ നൽകുന്ന വ്യക്തി ഉറക്കെ തന്നെ മൈക്കിലൂടെ വിളിച്ചു പറയുന്നുണ്ട്, കപ്പൽ മുങ്ങാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ആരും ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ലൈഫ് ജാക്കറ്റുകളും മറ്റുമൊക്കെ ധരിച്ച് നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ നിലയുറപ്പിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ എങ്ങോട്ടേക്കും നീങ്ങിപ്പോകരുത്. എങ്ങാനും നിങ്ങൾ നീങ്ങുകയാണെങ്കിൽ മറ്റെങ്ങോട്ടെങ്കിലും സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ അതൊരു പക്ഷേ വലിയ ദുരന്തത്തിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചേക്കും. അതിനാൽ ആരും പേടിക്കേണ്ടതില്ല. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഭദ്രമായിട്ടിരിക്കുക എന്നൊരു കാര്യമായിരുന്നു ഇപ്രാവശ്യം അനൗൺസ്മെൻറ്റിലൂടെ യാത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് കേൾക്കാൻ സാധിച്ചത്. എന്തൊക്കെ തന്നെയായാലും ഈ കാര്യങ്ങളെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഒരുപാടധികം ആളുകൾ ചെവി കൊള്ളുന്നുണ്ട്. അവരാരും അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ മറ്റു ചില ആളുകൾ ഇതൊന്നും തന്നെ ചെവി കൊണ്ടതേയില്ല. അവർ എങ്ങനെയും തങ്ങളുടെ ജീവൻ രക്ഷിക്കണം എന്നൊരൊറ്റ ചിന്തയോടുകൂടി തന്നെ ഈ ഒരു കപ്പലിൻ്റെ മുകൾ ഭാഗത്തേക്ക് എക്സിറ്റ് വേയിലേക്ക് മറ്റുമൊക്കെ ഓടി എത്തിച്ചേരുന്നുണ്ട്. ഏതായാലും സമയം പതിയെ പിന്നെയും മുന്നോട്ടേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു അവസരങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ കടൽ വെള്ളം ഫെറിയുടെ അകത്തേക്ക് വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. കപ്പലിനകത്തുണ്ടായിരുന്ന ആളുകൾ അവരുടെ കുടുംബാംഗങ്ങളെയും മറ്റുമൊക്കെ വിളിച്ചുകൊണ്ട് തങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു അവസരങ്ങളിലൊന്നും തന്നെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു അപകടം സംഭവിച്ചു എന്ന കാര്യത്തെക്കുറിച്ച് ആരും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു കപ്പലിലുണ്ടായിരുന്ന ക്രൂ ഇത്തരം ഒരു അപകടത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻസിനെ കുറിച്ച് വേണ്ടപ്പെട്ട അധികൃതരോട് റെസ്ക്യൂ ടീമിനോട് സംസാരിക്കുന്നത് പോലും ഏറെക്കുറെ 8:55 കൂടിയിട്ടാണ്. എന്നാൽ അതിനു മുമ്പേ തന്നെ കപ്പലിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി ഓൾറെഡി എമർജൻസി സർവീസ് നമ്പറിൽ വിളിച്ചുകൊണ്ട് ഇത്തരമൊരു ദുരന്തത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ശക്തമായ നിലയിൽ തന്നെ റെസ്ക്യൂ ടീം ഈ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രദേശത്തേക്ക് സഞ്ചരിക്കാൻ ആരംഭിക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊരിക്കലും പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന, പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു ഇടത്തിലായിരുന്നില്ല ഈ ഒരു സിവോൾ ഫെറി മുങ്ങാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഏറെക്കുറെ 9:30 ആകുമ്പോൾ കപ്പൽ മുങ്ങാൻ ആരംഭിച്ച് ഏറെക്കുറെ 40 മിനിറ്റുകൾ പിന്നിടുമ്പോഴേക്കൊക്കെ തന്നെയാണ് ശക്തമായ നിലയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ ആരംഭിക്കാൻ കഴിയുന്നത്. രക്ഷാദൗത്യം നടത്തുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതൊക്കെ. ഇവിടെയും മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഫെറിയിൽ നിന്നും ആദ്യം തന്നെ ഒരു ബോട്ടിൽ കയറി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ കപ്പലിൻ്റെ ഫെറിയുടെ കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കേണ്ടിയിരുന്ന, അതിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സിനെ എല്ലാം രക്ഷിക്കേണ്ടിയിരുന്ന ക്യാപ്റ്റനായിരുന്നു. അയാൾ ബോട്ടിൽ കയറി രക്ഷപ്പെടുമ്പോഴും മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിനെ നോക്കി, അതിലുള്ള ആളുകളെ നോക്കി, 325ഓളം വരുന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ നോക്കി പറഞ്ഞുകൊണ്ടേയിരുന്നത്, നിങ്ങളൊന്നുകൊണ്ട് പേടിക്കേണ്ടതില്ല, നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അതേ സ്ഥലത്ത് തന്നെ നിലയുറപ്പിക്കുക, നിങ്ങളേവരും രക്ഷിക്കുന്നതായിരിക്കും എന്നതായിരുന്നു. പലരും അത് അതേപോലെ തന്നെ ശിരസാ വഹിച്ചു. അവർ പ്രതീക്ഷയോടുകൂടി തന്നെ അവിടെ കാത്തിരിപ്പ് തുടങ്ങി. പക്ഷേ കാത്തിരുന്നവർക്കെല്ലാം തന്നെ ഏറ്റവും ഒടുവിൽ നേരിടേണ്ടി വന്നത് നിരാശ തന്നെയായിരുന്നു. ഇതിനിടയിലൊക്കെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ബോട്ടുകളൊക്കെ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് മത്സ്യബന്ധനം നടത്തിയിട്ടുണ്ടായിരുന്ന മുക്കുവന്മാരൊക്കെ തന്നെയും ഈ ഫെറിയിലുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അവരൊക്കെ തന്നെയും കപ്പലിൻ്റെ മുകൾ ഭാഗത്തുള്ള ഒരുപാടധികം ആളുകളെ രക്ഷിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ തന്നെ പ്രധാനമായിട്ടുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ ബോട്ടിൽ കയറ്റിയിട്ട് ആളുകളെ കരയിൽ കൊണ്ടാക്കിയിട്ട് പിന്നെ വന്നിട്ട് വേണം ബാക്കിയുള്ള ആളുകളെ രക്ഷിക്കാനായിട്ട്. അതുപോലെ തന്നെ 476ഓളം വരുന്ന ആളുകളും ഉണ്ടായിരുന്നു ഈ ഒരു അവസരത്തിൽ ഈ ഒരു ഫെറിയുടെ അകത്തായിട്ട്. എന്തൊക്കെ തന്നെയായാലും ശക്തമായ നിലയിലുള്ള രക്ഷാപ്രവർത്തനം തന്നെ അവിടെ നടക്കുകയാണ്. ചിലരൊക്കെ തന്നെ അപ്പോഴും ക്യാപ്റ്റൻ പറഞ്ഞതനുസരിച്ചിട്ട് തങ്ങളിരിക്കുന്ന അതേ സ്ഥലത്ത് ഇരുന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അവസരങ്ങളിലെല്ലാം തന്നെ കപ്പലിനകത്തേക്ക് വലിയ തോതിൽ ശക്തമായ നിലയിൽ വെള്ളം ഇരച്ചു കയറുന്നുണ്ട്. പതിയെ കപ്പൽ കടലിലേക്ക് താഴ്ന്നു പോകാൻ ആരംഭിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ക്യാപ്റ്റൻ പറഞ്ഞതനുസരിച്ച് ഇനിയും ഇവിടെ ഇരുന്നാൽ ശരിയാകില്ല എന്ന് തോന്നിയിട്ടുള്ള പലരും കപ്പലിൻ്റെ ഈ ഫെറിയുടെ ഗ്ലാസുകളും മറ്റുമൊക്കെ തകർത്തുകൊണ്ട് കടലിലേക്ക് എടുത്തു ചാടുന്നുണ്ട്. ഇവർക്കെല്ലാവർക്കും തന്നെ ലൈഫ് ജാക്കറ്റും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതിനാൽ കടലിലേക്ക് എടുത്തു ചാടിയെന്ന് വിചാരിച്ച് ഇവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും സംഭവിച്ചിരുന്നില്ല. മാത്രവുമല്ല, എടുത്തു ചാടിയിട്ടുണ്ടായിരുന്ന ആളുകളെ എല്ലാം തന്നെ അവിടെ എത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്ന ബോട്ടുകളും മറ്റുമൊക്കെ രക്ഷപ്പെടുത്തുകൂടി ചെയ്യുകയാണ്. പിന്നെയും സമയം ഒരുപാട് കടന്നു പോവുകയാണ്. പല നിലക്കും തങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന അത്ര ആളുകളെ രക്ഷാദൗത്യം നടത്തുന്ന സംഘം രക്ഷപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഏറെക്കുറെ 1.5 മണിക്കൂറുകൾ പിന്നിടുമ്പോഴേക്ക് ഈ ഒരു ഫെറിയുടെ അകത്തുണ്ടായിരുന്ന 172ഓളം വരുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. പക്ഷേ സമയം പിന്നെയും മുന്നോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് കപ്പൽ പതിയെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നുകൊണ്ടേയിരുന്നു.
ഈ ആളുകൾക്ക്, കപ്പലിനകത്തുള്ള ഫെറിക്കകത്തുള്ള ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യമായ എല്ലാ വഴികളും വെള്ളം കൊണ്ട് പൂർണ്ണമായിട്ടും മുങ്ങാൻ ആരംഭിച്ചു. പതിയെ പതിയെ ഈ ഫെറിയുടെ അകത്തുള്ള ആളുകളുടെ 259 കുട്ടികൾ ഉൾപ്പെടുന്ന യാത്രക്കാരുടെ, പാസഞ്ചേഴ്സിൻ്റെ പ്രതീക്ഷകൾ പതിയെ പതിയെ മങ്ങലേറ്റ് തുടങ്ങുകയാണ്. ഈ ഒരു അവസരങ്ങളിലെല്ലാം തന്നെ ഈ കുട്ടികൾ അവരുടെ മാതാപിതാക്കളെ അവസാനമായിട്ട് വിളിക്കുന്നുണ്ട്. അവർക്ക് വീഡിയോകളും മറ്റുമൊക്കെ എടുത്തയക്കുന്നുണ്ട്. പല വീഡിയോകളും ഫോട്ടോകളും ഒക്കെ ചിത്രീകരിക്കുന്നുണ്ട്. ഇവയൊക്കെ തന്നെ നമുക്കിന്ന് യൂട്യൂബ് പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ തിരഞ്ഞാൽ കാണാനും സാധിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും MV സിവോൾ എന്ന് പറയുന്ന ഈ ഒരു ഫെറി മുങ്ങി 2.5 മണിക്കൂറുകൾക്ക് ശേഷം തല കീഴായ നിലയിൽ 259 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 304 യാത്രക്കാരുമായി ആ ഫെറി എന്നേക്കുമായി കടലിൻ്റെ ആഴങ്ങളിലേക്ക് യാത്രയായി. സൗത്ത് കൊറിയയെ ഒന്നടങ്കം സങ്കടക്കടലിൽ ആഴ്ത്തിയ നിമിഷങ്ങളായിരുന്നു ഇത്. ആദ്യഘട്ടങ്ങളിലൊന്നും ഈ ഒരു അപകടങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഗവൺമെൻറ് പുറത്തുവിട്ടിരുന്നില്ല. മാത്രമല്ല ഈ ഒരു ഫെറിയിലുണ്ടായിരുന്ന ആളുകൾ എല്ലാവരും ഒരുപോലെ രക്ഷപ്പെട്ടു എന്ന് തുടങ്ങിയിട്ടുള്ള ഫേക്കായിട്ടുള്ള വാർത്തകളും ഈ ഒരു അവസരങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും വലിയ തോതിലുള്ള ജനരോക്ഷം ഈ ഒരു പ്രശ്നത്തിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. വേണ്ട നിലയിലുള്ള സഹായ സഹകരണങ്ങൾ കൃത്യമായിട്ടുള്ള സമയത്ത് എത്തിക്കാൻ കോസ്റ്റ് ഗാർഡിന് പോലും കഴിഞ്ഞില്ല എന്ന് പറയുന്ന വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ഈ ഒരു അവസരങ്ങളിൽ ഉയർന്നുണ്ട്. മാത്രമല്ല ഇവിടെയൊക്കെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലൊരു സഹായത്തിന് അഭ്യർത്ഥിച്ചിട്ട് കൊറിയയുടെ കോസ്റ്റ് ഗാർഡ് ഏറെക്കുറെ 40 മിനിറ്റുകൾക്ക് ശേഷമാണ് ഈ ഒരു സംഭവ സ്ഥലത്ത് പോലും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. പിന്നെയും അവിടെ നേരത്തെ എത്തിച്ചേർന്ന് വേണ്ട തരത്തിലുള്ള രക്ഷാദൗത്യത്തിലെല്ലാം തന്നെ ഏർപ്പെട്ടിരുന്നത് മത്സ്യത്തൊഴിലാളികളും മറ്റുമൊക്കെ ആയിരുന്നു. അതിനാലൊക്കെ തന്നെയായിരുന്നു വലിയ തോതിലുള്ള ജനരോഷം ഈ ഒരു വിഷയം കാരണമായിട്ട് ഗവൺമെൻറ്റിന് പോലും അവിടെ നേരിടേണ്ടി വന്നത്. എന്തൊക്കെ തന്നെയായാലും 3 വർഷങ്ങൾക്ക് ശേഷം കടലിൽ ഏറെക്കുറെ 40 മീറ്ററിന് മുകളിൽ താഴ്ചയിൽ മുങ്ങിക്കിടന്ന MV സിവോൾ എന്ന് പറയുന്ന ഫെറിയെ പൂർണ്ണമായിട്ടും ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് പുറത്തെടുക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ തന്നെയാണ് അതിൽ മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്ന 304 ആളുകളിൽ 299 ആളുകളുടെയും ശരീരാവശിഷ്ടങ്ങൾ പുറത്തെടുക്കുന്നത്. അതിൽ തന്നെ നോക്കുമ്പോൾ പലരുടെയും ശരീരാവശിഷ്ടങ്ങൾ പൂർണ്ണമായും ഡീകമ്പോസ് ആയ നിലയിലായിരുന്നു. പലരുടെയും മൃതശരീരങ്ങളെ മത്സ്യങ്ങളും മറ്റുമൊക്കെ പൂർണ്ണമായിട്ടും അതിനോടകം ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. മാത്രമല്ല ഈ ഒരു കപ്പലിനകത്തുണ്ടായിരുന്ന, ഫെറിക്കകത്തുണ്ടായിരുന്ന 5 ആളുകളുടെ മൃതദേഹങ്ങൾ ഇന്നും കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസോടെ വൈൻഡപ്പിയാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായ നിലയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്നും സൗത്ത് കൊറിയക്കാർക്ക് ഒരിക്കലും മറക്കാനാകാത്ത വലിയൊരു ദുരന്തമായിട്ട് സിവോൾ ഫെറി ട്രാജഡി അവരുടെ എല്ലാം മനസ്സിൽ അവശേഷിക്കുകയാണ്. എന്തൊക്കെ തന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത തരത്തിലുള്ള കേസുകളും മറ്റൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ ആളുകളുടെ എല്ലാം ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന, അവരെല്ലാം രക്ഷിക്കേണ്ടിയിരുന്ന ക്യാപ്റ്റൻ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ അവിടെ നടത്താത്തതിനാൽ അയാൾക്ക് പിന്നീട് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആദ്യം തന്നെ കപ്പലിൽ നിന്നും രക്ഷപ്പെട്ടു പോയ, ഫെറിയിൽ നിന്നും രക്ഷപ്പെട്ടു പോയിട്ടുള്ള ഈ ഒരു കപ്പലിലുണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സിൽ പലർക്കുമായിട്ട് 18 മാസം മുതൽ ഏറെക്കുറെ 12 വർഷം നീളുന്ന തരത്തിലുള്ള ശിക്ഷകളും മറ്റുമൊക്കെ സൗത്ത് കൊറിയയിലെ കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ. ബൈ.